ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പുതിയ വേട്ടക്കാർ എത്തുന്നു. മിസൈലുകളും വമ്പൻ പീരങ്കികളും നിറഞ്ഞ പടക്കപ്പലുകളെ കണ്ടു ശീലിച്ച സമുദ്രം വലിയ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ഉള്ളിൽ ആളില്ലാത്ത എന്നാൽ ശത്രുവിനെ നിഴൽ പോലെ പിന്തുടർന്ന വേട്ടയാടാൻ ശേഷിയുള്ള ഡ്രോൺ കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകുന്നു. ഉള്ളിൽ ആളില്ലാത്ത എന്നാൽ ശത്രുവിനെ നിഴൽ പോലെ പിന്തുടർന്ന് വേട്ടയാടാൻ ശേഷിയുള്ള ഡ്രോൺ കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകുന്നു. അങ്ങകലെ കരയിലിരുന്ന് നിയന്ത്രിക്കാവുന്ന അല്ലെങ്കിൽ കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് തനിയെ യുദ്ധം ചെയ്യാൻ കെൽപ്പുള്ള 400 പടക്കപ്പലുകളെയാണ് ഇന്ത്യ നീറ്റിലിറക്കാൻ പോകുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അധിപനായി മാറാൻ ഇന്ത്യ നടത്തുന്ന ഈ വിപ്ലവകരമായ നീക്കത്തിന്റെ പിന്നിലെ തന്ത്രം എന്താണ് ഈ ആളില്ലാ കപ്പലുകളുടെ സവിശേഷത നമുക്ക് നോക്കാം. കരയിലിരുന്ന് റിമോട്ട് വഴിയോ അല്ലെങ്കിൽ AI ഉപയോഗിച്ച് തനിയെ പ്രവർത്തിക്കാൻ കഴിയുന്നവയാണ് ഇന്ത്യ സ്വന്തമാക്കാൻ പോകുന്ന പുതിയ കപ്പൽ ഡ്രോണുകൾ. മനുഷ്യ സഹായമില്ലാതെ കടലിൽ പായുന്ന 400 ആളില്ലാ കപ്പലുകളെയാണ് ഇന്ത്യൻ നാവികസേന സ്വന്തമാക്കാൻ പോകുന്നത്. 2026 ഫെബ്രുവരിയിൽ തദ്ദേശീയമായി നിർമ്മിച്ച 2 സ്വയം നിയന്ത്രിത കപ്പലുകൾ ഇന്ത്യൻ നാവികസേന പരീക്ഷണാടിസ്ഥാനത്തിൽ കടലിൽ ഇറക്കിയിരുന്നു. അവയുടെ വിജയത്തിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള കൂടുതൽ വാഹനങ്ങൾ നാവികസേന സ്വന്തമാക്കാൻ പോകുന്നത്. ഈ കപ്പലുകളെ പ്രധാനമായും 3 വിഭാഗങ്ങളായി തിരിക്കാം. ഒന്നാമത്തേത് തീരദേശ സുരക്ഷയ്ക്കായുള്ള ചെറിയ തരം കപ്പലുകളാണ്. നമ്മുടെ തുറമുഖങ്ങൾക്കും നാവിക താവളങ്ങൾക്കും ചുറ്റും ഇവ കാവൽ നിൽക്കും. 24 മണിക്കൂറും ഉറക്കമില്ലാതെ കാവൽക്കാരെ പോലെ ഇവ പ്രവർത്തിക്കും. രണ്ടാമത്തേത് ദീർഘദൂര നിരീക്ഷണാടിസ്ഥാനത്തിലുള്ള വലിപ്പം കൂടിയ കപ്പലുകളാണ്. കടലിന്റെ നടുവിൽ ആഴ്ചകളോളം തങ്ങി നിന്ന് നിരീക്ഷണം നടത്താൻ ഇവയ്ക്ക് ശേഷിയുണ്ട്. മൂന്നാമത്തേത് ആക്രമണ കപ്പലുകളാണ്. ഇത് വെറും ഒരു നിരീക്ഷണ കപ്പൽ മാത്രമല്ല, ശത്രുക്കളുടെ ബോട്ടുകളോ ഡ്രോണുകളോ കണ്ടാൽ നേരിട്ട് ആക്രമിക്കാൻ ശേഷിയുള്ള ആയുധങ്ങളും ഇതിൽ ഉണ്ടാകും. ഇന്ത്യക്ക് 7500 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള തീരദേശമുണ്ട്. ഇത്രയും വലിയൊരു വിഭാഗം എപ്പോഴും നിരീക്ഷിക്കുക എന്നത് സാധാരണ കപ്പലുകൾക്ക് പ്രായോഗികമല്ല. വലിയ യുദ്ധ കപ്പലുകൾക്ക് ധാരാളം ഇന്ധനവും വലിയ സംഘം നാവികരും ആവശ്യമാണ്. എന്നാൽ USVകൾ അങ്ങനെയല്ല. കുറഞ്ഞ ചിലവിൽ അപകട സാധ്യത ഇല്ലാതെ തന്നെ കടലിലെ കള്ളക്കടത്ത്, മയക്കുമരുന്ന് കടത്ത്, കടൽ കൊള്ള എന്നിവ തടയാൻ ഇവ സഹായിക്കും. ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ കടന്നു പോകുന്ന ഓരോ ചരക്കു കപ്പലുകളെയും നിരീക്ഷിക്കാൻ നാവികസേനയെ ഇത് പ്രാപ്തമാക്കും. ഭാവിയിൽ യുദ്ധങ്ങൾ വെറും മിസൈലുകൾ തമ്മിലല്ല, മറിച്ച് ബുദ്ധിശക്തിയുള്ള യന്ത്രങ്ങൾ തമ്മിലായിരിക്കും. നമ്മുടെ വലിയ യുദ്ധക്കപ്പലുകൾക്ക് മുന്നിലായി ഈ ഡ്രോൺ കപ്പലുകൾ സഞ്ചരിക്കും. ശത്രുക്കളുടെ മൈനുകളോ മറ്റ് അപകടങ്ങളോ ഉണ്ടെങ്കിൽ ഇവ മുൻകൂട്ടി അറിയിക്കും. അതായത് നമ്മുടെ സൈനികരുടെ ജീവന് യാതൊരു ആപത്തും വരാതെ തന്നെ ശത്രുക്കളെ നേരിടാൻ ഇവ സഹായിക്കും. ഇതിന് ഇന്ത്യയുടെ പ്രധാന നാവിക താവളങ്ങളിൽ ഈ ഡ്രോൺ കപ്പലുകൾക്ക് മാത്രമായി പ്രത്യേക കൺട്രോൾ സെന്ററുകളും സ്റ്റേഷനുകളും സ്ഥാപിക്കാനും നാവികസേന പദ്ധതിയിടുന്നുണ്ട്. ചൈനീസ് മുങ്ങിക്കപ്പലുകളെ കണ്ടെത്തുക എന്നത് വലിയ വെല്ലുവിളിയാണ്. എന്നാൽ അത്യാധുനിക സോണാർ സംവിധാനങ്ങൾ ഘടിപ്പിച്ച കടൽ ഡ്രോണുകൾക്ക് കടലിനടിയിലെ ചലനങ്ങൾ നിരീക്ഷിക്കാൻ സാധിക്കും. ഒരു വലിയ കപ്പൽ ചെയ്യുന്ന ജോലി 10-1 ചിലവിൽ ഈ ഡ്രോണുകൾക്ക് ചെയ്യാൻ കഴിയും. ചുരുക്കത്തിൽ ഈ കപ്പലുകൾ എത്തുന്നതോടെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭൂപടം തന്നെ മാറാൻ പോവുകയാണ്. വെറും ഒരു നിരീക്ഷണമല്ല, മറിച്ച് നമ്മുടെ സമുദ്ര അതിർത്തികളിൽ അദൃശ്യമായ ഒരു ഉരുക്കുമതിൽ തീർക്കുകയാണ് ഇന്ത്യൻ നാവികസേന. ഒരു വശത്ത് വിമാനവാഹിനി കപ്പലുകളും മറുവശത്ത് അത്യാധുനികമായ ഈ ഡ്രോൺ കപ്പലുകളും ചേരുമ്പോൾ ലോകശക്തികൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം ഒന്നുകൂടി ഉറപ്പിക്കപ്പെടും. ശത്രുക്കളുടെ ഏത് നീക്കവും നിമിഷ നേരം കൊണ്ട് തകർക്കാൻ ശേഷിയുള്ള ഈ വിപ്ലവം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമാണ്.